മടത്തറ സ്വദേശി കുമാറിന്റെ ജീവിതമാർഗമാണ് ഇങ്ങനെ ചതച്ചരയ്ക്കുന്നത്. മടത്തറ ബസ് സ്റ്റാൻഡിന് സമീപം ഒഴിഞ്ഞ പ്രദേശത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാങ്ങ കുമാർ ചാക്കിൽ സൂക്ഷിച്ചിരുന്നു. ഇതുവഴിയെത്തിയ KSRTC ബസ് ചാക്കിന് മുകളിലൂടെ കയറിയിറങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും കുമാറും മാങ്ങ നശിച്ചത് ഡ്രൈവറെയും കണ്ടക്ടറെയും അറിയിച്ചു. കേടാകാത്ത മാങ്ങ എടുത്തുമാറ്റാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ യാതൊരു കരുണയും കാണിക്കാത്ത ഡ്രൈവർ വീണ്ടും ബസ് മാങ്ങകൾക്ക് മുകളിലൂടെ കയറ്റിയിറക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. കയറി വരുമ്പോൾ എന്തായാലും ഈ ചാക്ക് ഇവിടെ ഇരിക്കുന്ന ആ ഡ്രൈവറെ കാണണം. കാണാതെ ഇവിടെ ഒതുക്കൂല. ആ വണ്ടി തിരിച്ചിറങ്ങി പോകുമ്പോൾ ഈ ബാക്ക് ടയർ കയറാൻ കിടക്കണം. അപ്പോൾ കയറുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ബാക്കിൽ ഓടി വന്ന് ഈ വണ്ടി തട്ടി വിളിച്ചിട്ട് ഡ്രൈവർ ശ്രദ്ധിക്കുന്നില്ല. ഡ്രൈവർ ഈ ചാക്കിൽ കയറ്റി ഇറക്കിയിട്ട് ഞാൻ വീണ്ടും തട്ടി വിളിച്ചപ്പോൾ അത് വീഡിയോയിൽ കുറച്ച് കാണണം. അങ്ങനെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളി വീണ്ടും വണ്ടി പുറകിലോട്ടെടുത്ത് ചാക്കിലോട്ട് കയറ്റുന്നത്. അങ്ങനെ ഒരു വിഷയമായി നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു. അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചിത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ കുമാറിന് അവിടെ ലഭിച്ചതും മോശ സമീപനം. കുമാറിനെ 3 മണിക്കൂറോളം സ്റ്റേഷനിൽ നിർത്തി. അതിനുശേഷം കുമാർ മാങ്ങ വാങ്ങിയ വീട്ടിൽ മോഷ്ടാക്കളെ തെളിവെടുപ്പിനെത്തിക്കുന്നത് പോലെ കൊണ്ടുപോയി. മാങ്ങ കുമാറിന് വിറ്റതാണെന്ന് വീട്ടുകാർ അറിയിച്ചതോടെ പോലീസ് അടവ് മാറ്റി. ഡ്രൈവറിൽ നിന്ന് 600 രൂപ വാങ്ങി നൽകാമെന്നും അതും വാങ്ങി സ്ഥലം വിട്ടോളാനുമായിരുന്നു പോലീസിന്റെ നിർദ്ദേശം. 3000 രൂപ ലഭിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്ന് കുമാർ നിലപാടെടുത്തു. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ മാത്രമാണ് ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.